Hello friends, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ എൻ്റെ കയ്യിൽ എന്താണുള്ളതെന്ന്. ഇത് എൻ്റെ കയ്യിൽ ഒരുപാട് നല്ല ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കൂണാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് ഞാനിപ്പോൾ കൃഷി ചെയ്യണമെന്നല്ല, ഇത് എൻ്റെ തൊടിയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു കൂണാണ്. സാധാരണ നമ്മൾ എന്താ കടയിൽ പോയി വാങ്ങാം കൂണ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ കൂൺ കൃഷി ചെയ്യാം. പക്ഷേ ഞാനിവിടെ കൃഷിയൊന്നും ചെയ്തിട്ടില്ല. ഒരു മഴയ്ക്ക് ശേഷം, ഒരു ഇടിക്ക് ശേഷം ഞാൻ ജസ്റ്റ് എൻ്റെ പറമ്പിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ കൂണാണ് ഇത്. സാധാരണ പറയാറുണ്ട് ഈ ഇടിമിന്നലൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ കൂണുകൾ വളരാറുണ്ട് എന്നൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻ്റെ പറമ്പിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് കിട്ടിയ നല്ല കൂണുകളാണ്. പക്ഷേ ഇത് ഇങ്ങനെ നമ്മൾ പറിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം നമ്മൾ പറിക്കാൻ. നല്ല കൂണാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളെടുക്കാൻ. ചിലതൊന്നും ഭക്ഷ്യയോഗ്യമായിട്ടുള്ള കൂണല്ല. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് മഞ്ഞിച്ച് ഇരിക്കും. അപ്പോൾ അതൊന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ ഇത് കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാലും കുറച്ച് പ്രാണികളൊക്കെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞ് ഇത് നേരം വൈകി കഴിഞ്ഞ് നമ്മൾ പറിച്ചാലും ഇതിന് വിഷയോഗ്യമായിരിക്കും. അപ്പോൾ നമ്മൾക്ക് നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ വെളുവിളാന്നിരിക്കണ ഇങ്ങനത്തെ കൂണുകളാണ് നമ്മൾ എടുക്കേണ്ടത്. ബാക്കും കണ്ട നല്ല വെളുത്തിരിക്കും. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ, മഷ്റൂം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇത് പ്രത്യേകിച്ച് മണ്ണിൽ വളരണ കൂണായിരിക്കണം. നമ്മളിപ്പോൾ ഈ വാഴയുടെ കീഴിലൊക്കെ ഉണ്ട്. എനിക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം. ഇതേപോലെ കുറേ കൂണുകൾ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. നമ്മൾ പോയിട്ട് അതെടുക്കുക. തപ്പി പിടിക്കണമെന്നേ ഉള്ളൂ, പക്ഷേ കിട്ടും. നമുക്ക് ഇങ്ങനെ ഒരു കൊയ്ത്ത് കിട്ടി ഇന്ന്. വെച്ചിട്ട് നല്ലൊരു മഷ്റൂം മഞ്ചൂരിയനോ അല്ലെങ്കിൽ മഷ്റൂം കറിയോ ഒക്കെ നമുക്ക് ഉണ്ടാക്കാം. ഞാൻ കൂൺ ക്ലീൻ ചെയ്യണ എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാൻ ഇളം ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂൺ നമ്മൾ മഞ്ഞൾ ഇടുകയാണ്. മഞ്ഞൾപ്പൊടി എന്തിനാണ് ഇടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വിഷാംശം വല്ലതും ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടാൻ വേണ്ടിയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ സാധാരണ മാരിനേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. വിഷാംശമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഈ മഞ്ഞളിന്. നമുക്ക് ഈ കൂണിൽ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ മേളിൽ ചെറിയൊരു സ്കിന്നുണ്ട്, അതിനെ നമുക്ക് മാറ്റിക്കളയണം. എന്നിട്ട് വേണം നമ്മളത് ഈ മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇടേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കുറേ ക്ലീനായി കിട്ടും നമുക്ക്. പിന്നെ നമുക്ക് ഇതിനെ മുറിച്ച് മഞ്ഞൾ വെള്ളത്തിലേക്ക് ഇടണം. ഈ തണ്ടും നമുക്ക് കളയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് തണ്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ കറുത്ത ഭാഗം എടുത്ത് നമുക്ക് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ തൊലിയും ജസ്റ്റ് എടുത്ത് മാറ്റണം. ഇപ്പോൾ ക്ലീനാക്കിയ മഷ്റൂമാണിത്. ഇത് ഇനി നമുക്ക് കറിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഇത് നോക്കി, ഇതിപ്പോൾ നമ്മൾ ഒരുപാട് കൂണുണ്ടായിരുന്നു, പക്ഷേ ഇത്രയും ഓളം ഇത് വേസ്റ്റാണ്. നമ്മളിത് ഇത്രയും ക്ലീൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ആക്കിയത്. ശരിക്കും ഇതിൻ്റെ ക്ലീനിങ് ആണ് നല്ല പ്രോസസ്സ്. ഇപ്പോൾ ഇത് മഞ്ഞൾ വെള്ളത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണ് നമ്മൾ. നമ്മൾ മല്ലിയിലയും കറിവേപ്പിലയും മുളകൊക്കെ നമ്മളെ ഗാർഡനിൽ നിന്ന് തന്നെ വലിച്ചുകൊണ്ട് വന്നതാണ്. നമ്മുടെ ഗാർഡനിൽ തന്നെ ഉള്ള മുളകും മല്ലിയിലയും കറിവേപ്പിലയൊക്കെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് കറിക്ക് വേണ്ടിയുള്ള ചേരുവകളൊക്കെ റെഡിയായി. മഷ്റൂം നമ്മൾ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഈ പ്ലേറ്റിൽ. പിന്നെ നമ്മൾ പൊടിയായി അരിഞ്ഞ തക്കാളിയുണ്ട്. പിന്നെ ചെറിയ ഉള്ളി നന്നായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓറിഗാനോ, പിന്നെ കുറച്ച് ഇഞ്ചി നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വെളുത്തുള്ളി, കറിവേപ്പില, കുറച്ച് പച്ചമുളക് അരിഞ്ഞത്, പിന്നെ നമ്മളെ മല്ലിയില. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് കറി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നമ്മൾ അരപ്പിന് വേണ്ടിയായിട്ട് 2 സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 5 മുളക് എടുത്തിട്ടുണ്ട്. 1 സ്പൂൺ പെരിഞ്ജീരകം,
1 സ്പൂൺ മഞ്ഞൾ, 1 സ്പൂൺ ഉപ്പ്, പിന്നെ 1 സ്പൂൺ ജീരകം, 1 കാടമം. നമ്മൾ എത്ര അളവ് മഷ്റൂം എടുക്കണോ അതിനനുസരിച്ച് വേണം നമ്മൾ ഈ പൊടിവകകൾക്ക് വേണ്ടിയുള്ള ചേരുവകൾ എടുക്കാൻ. ഇനി ഇതെല്ലാം നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മളിത് മാറ്റിയാണ്. ഇത് നമ്മൾക്ക് ഇനി തണുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അതിലേക്ക് ബാക്കി ചേരുവകളായ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, പച്ചമുളക് എന്നിവ നമുക്ക് വഴറ്റിയെടുക്കാം. കുറച്ച് വഴറ്റി ഒരു ഇളം നിറമാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഷ്റൂം ചേർക്കാം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കുറച്ച് കുരുമുളക് കൂടെ നമുക്ക് ചേർക്കാം. കുറച്ച് സ്പൈസി ആക്കാൻ വേണ്ടിയാണിത്. മഷ്റൂം കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില, മല്ലിയില, തക്കാളി എന്നിവ ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് വേവിക്കാം. ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതിൽ ആൾറെഡി തന്നെ ഒരുപാട് വെള്ളം വാർന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ ഇത്. അപ്പോൾ നമുക്ക് ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യണം. രണ്ട് മിനിറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് മൂടി തുറന്ന് ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റിന് വേണ്ടിയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് മസാലക്കൂട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് അരച്ചു കൊടുക്കാം. ഇതിൽ അണ്ടിപ്പരിപ്പ് എന്തിനു ചേർക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല ഒരു മസാലയ്ക്ക് നല്ല കൊഴുപ്പും അതേമാതിരി തന്നെ നല്ല റിച്ച്നെസ് കൊടുക്കും. ഇൻസ്റ്റൻറ്റ് മസാലയായിട്ട് ഇട്ട് കൊടുക്കുന്നതിന് പകരം നല്ല ഇങ്ങനെ വറുത്തരച്ച മസാലയാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ്. നിങ്ങളിത് പരീക്ഷിച്ച് നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പേസ്റ്റായി നമ്മുടെ മസാല അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മഷ്റൂമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരപ്പിൻ്റെ പച്ചമണം പോകണ വരെ നമുക്ക് ഇത് 2 മിനിറ്റ് അടച്ച് നമുക്ക് വേവിക്കാം. നമ്മുടെ മഷ്റൂം മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കറിവേപ്പില കൊണ്ട് ഗാർണിഷ് ചെയ്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. നല്ല ടേസ്റ്റും മണമുള്ള ഒരു കറിയാണ്. നിങ്ങൾ ഇത് പരീക്ഷിച്ച് നോക്കുക. ഒരു ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ ഒക്കെ കൂടെ നമുക്ക് സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ തരുന്ന പ്രചോദനമാണ് എൻ്റെ അടുത്ത വീഡിയോയ്ക്കുള്ള ഒരു മോട്ടിവേഷൻ. സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഗുഡ് ബൈ.